ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും യൂട്യൂബിൽ ലേസി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാൻ തലശ്ശേരിയിലുള്ള എൻ്റെ വീട്ടിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഫ്രഷായി ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ പോകേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് 9:30 ട്രെയിന്. ഞാൻ 9 മണി ആയപ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. കോയമ്പത്തൂരിന് തലശ്ശേരി പോകുന്ന മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് ഞാൻ കയറിയത്. ഏകദേശം ഒരു 9:40 ആയപ്പോഴേക്കും ട്രെയിൻ എത്തിയത്. വൈകിട്ട് ഒരു 4 മണിക്ക് തലശ്ശേരിയിൽ എത്താനാണ് ചാൻസ് കാണിക്കുന്നത്. 3:15 എത്തേണ്ട ട്രെയിനാണ്. പക്ഷെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വൈകിട്ട് 4 മണിയാവുന്ന ചാൻസ് കൊടുത്തേക്കുന്നത് വേരിസ് മൈ ട്രെയിൻ ആപ്പിൽ. പിന്നെ ഷൊർണൂർ എത്തിയപ്പോഴേക്ക് ഞാനൊരു എഗ് ബിരിയാണി വാങ്ങിച്ചിരുന്നു. 80 രൂപയിൽ ഒരു ലൈം പിക്കിളും പിന്നെ ഒരു സാലഡും ഉണ്ടായിരുന്നു. കേടിൻ്റെ ഒരു സാലഡും ഉണ്ടായിരുന്നു. 80 രൂപക്ക് അത് വേർത്തായിരുന്നു. പിന്നെ ഒരു 150 രൂപയുടെ ബേബിക്ക് മറ്റേ കളറൊക്കെ അടിക്കുന്ന ഒരു ബുക്സും വാങ്ങിച്ചിരുന്നു. ഏകദേശം ഒരു 3:30 ആയപ്പോഴേക്ക് മാഹിയിലെത്തി. പിന്നെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് ഒരു 4 മണി ആയപ്പോഴാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്ക് കണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ മുൻപോട്ടേക്ക് സ്പീഡിൽ നടന്നു. എല്ലാവരെക്കാളും മുൻപേ ഓട്ടോ പ്രീപെയ്ഡ് സ്റ്റാൻഡിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലോട്ട് വന്ന് വരുന്ന വഴിയിൽ തന്നെ കുറച്ച് സ്നാക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എത്തുമ്പോൾ ഏകദേശം 4 മണി ആയിരുന്നല്ലോ. അപ്പം എല്ലാവരും കോഫി കുടിക്കുന്ന ടൈം ആണെങ്കിൽ സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് സ്നാക്സ് മേടിച്ചിരുന്നു. ഇതാണ് ഞങ്ങളുടെ തലശ്ശേരിയിലത്തെ വീട്. പിന്നെ ഞാൻ വന്ന ഉടനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കളർ ബുക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജിംബ്രൂന്. അത് ഞാൻ കയ്യോടെ കൊടുത്ത്. ഇല്ലെങ്കിൽ അവൻ വിചാരിക്കില്ല ഇത്രയും ദൂരം മറ്റേ എനിക്കൊന്ന് മേടിച്ച് കൈ കിട്ടിയപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമോ പുള്ളി. അങ്ങനെ അവൻ്റെ ബുക്സിൻ്റെ ഷോ ഓഫ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ കോഫി കുടിക്കാനിരുന്ന്. കോഫിയും പിന്നെ ഞാൻ മേടിച്ച സ്നാക്സ് ഉണ്ടായിരുന്നല്ലോ, പഴംപൊരിയും ഉള്ളിവടയായിരുന്നു മേടിച്ചത്. അതും കഴിച്ച് ഞാൻ കുളിച്ച് ഇവിടെ വരുമ്പോഴാണ് ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ടൗണിൽ പോകാൻ വേണ്ടി എല്ലാ പ്ലാനും സെറ്റാക്കി വെച്ച്. കാരണം എന്ന് വെച്ചാൽ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് കേക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ബേബി കുറേ ദിവസമായി പറയുന്നു അച്ഛൻ്റെ നാട്ടിൽ വാ, നമുക്ക് അമ്മക്ക് കേക്ക് മേടിക്കാമല്ലോ എന്ന്. ഒരു കറിവേപ്പില വാങ്ങിച്ചു. തലശ്ശേരിയിൽ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിരുന്നു ഈ ഒരു നഴ്സറി ഉണ്ടായിരുന്നു. നഴ്സറിയിൽ നിന്ന് ഒരു 50 രൂപയ്ക്ക് ഒരു കറിവേപ്പിലിൻ്റെ തൈയും മേടിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ നടക്കുന്നത് ട്രെൻഡ്സിലോട്ടായിരുന്നു. ഏകദേശം 10 മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു. ട്രെൻഡ്സിൽ ഇപ്പോൾ ഏകദേശം 50% ഓഫർ ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ട്രെൻഡ്സിലോട്ട് പോയത്. ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് എടുത്ത കുർത്തയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 ടീഷർട്ട് ബേബിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കാനുള്ള പ്രയാണമാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ട്രെൻഡ്സ് മൊത്തം അരിച്ചു പെറുക്കിയിട്ട് അമ്മ ഒരു 2 കുർത്തയാണ് എടുത്തത്. അതും 399 2. അങ്ങനെ 1.5 മണിക്കൂറുള്ള പ്രയാണത്തിന് ശേഷം ഞങ്ങൾ ബില്ല് ടിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ എനിക്ക് 500 രൂപയുടെ കൂപ്പൺ തന്നിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ തൊട്ട് അത് ആക്റ്റീവ് ആവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബേക്കറിലോട്ട് പോയി. കാരണം അനിയത്തിക്കുള്ള കേക്ക് മേടിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു. വിജയ ബേക്കറിയിൽ നിന്നായിരുന്നു കേക്ക് മേടിച്ച ബർത്ത്ഡേ കേക്ക്. തലശ്ശേരിയിൽ നിന്ന് മിക്കപ്പോഴും ജയഭാരതി ബേക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ MRA ബേക്കറിയിൽ നിന്നോ ആയിരിക്കും ഞങ്ങൾ കേക്ക് മേടിക്കുന്നത്. ഇത്തവണ അത് കേക്ക് മേടിക്കാൻ പറ്റിയില്ല. കാരണം 8:30 ഞങ്ങൾ പർച്ചേസ് ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വിജയ ബേക്കറി മാത്രമേ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. ഏകദേശം 9 മണിയായി വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ 9 മണിക്ക് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ജിംബ്രു ബേബി ഓടി വന്നിട്ട് ഇത് കാണിച്ചെന്ന്. അച്ഛൻ്റെ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ നീ ഒരു A4 ഷീറ്റിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മയെന്ന് എഴുതി കൊടുത്താൽ മതി. അനിയത്തിയുടെ ബർത്ത്ഡേയുടെ ഏകദേശം 1 മാസം മുമ്പേ തന്നെ ബേബി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ എനിക്ക് ഇതേപോലെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് തരുമോന്ന്. പക്ഷെ ആ സമയത്ത് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ടും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവന് ചെറുതായിട്ടൊരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മേന്റെ ബർത്ത്ഡേ ആയിട്ട് നീ എന്താ ഇവിടുന്ന് കാണിക്കുന്നേ? വാ വാ കേക്ക് മുറിക്കാൻ വാ 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 കേക്ക് മുറിക്കാൻ വാ വരാൻ. കേക്കൊക്കെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ മാത്രം ബാക്കിയായി ഗൈസ്. കേക്കൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഒരു സംഭവം ഓർമ്മ വന്നു. അവൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് മാത്രം കൊടുക്കാൻ വിട്ടുപോയി. ഇതായിരുന്നു ആ ഗിഫ്റ്റ്. വേറൊന്നല്ല, വാൻഹ്യൂസിൻ്റെ ഒരു വാച്ചായിരുന്നു ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലത്തെ വീഡിയോ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.